ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പത്തരമാറ്റിൻ്റെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നാഗേന്ദ്രൻ ആകെ പെട്ടു എന്നൊരു അവസ്ഥയിലായി പോവുകയാണ്. കാരണം ആ ഒരു ആഭരണം എക്സിബിഷന് വെച്ചതും അവിടെ ഒരാൾ മേടിച്ചതും, പക്ഷെ അതിന് ശേഷം അതിന് തിരിമറിവ് സംഭവിച്ചതും ഒക്കെ നാഗേന്ദ്രൻ്റെ തലയിലേക്ക് വന്ന് ഇടിച്ചു കയറുകയാണ്. അപ്പം മൂർത്തി മുത്തശ്ശൻ പറയാണ്, നീ എങ്ങനെയെങ്കിലും ആ ഒരു ആഭരണം എവിടെയാണ് പോയതെന്ന് കണ്ടെത്തിയേ മതിയാവുള്ളൂ. ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും നിനക്കാണ്. നിൻ്റെ കയ്യിലാണ് ഞാൻ ആ ആഭരണം ഏൽപ്പിച്ചത്. അപ്പം നീ അറിയാതെ ആ ആഭരണം എങ്ങും പോകില്ല എന്ന് തന്നെയാണ് മുത്തശ്ശൻ പറയുന്നത്. ഇത് കേട്ട നാഗേന്ദ്രൻ ആകെ സങ്കടമായി. അപ്പോൾ ഇത്രയും വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും തനിക്ക് ഇങ്ങനൊരു ചതി പറ്റിയല്ലോ എന്ന് ആലോചിച്ചിട്ട് നാഗേന്ദ്രൻ നേരെ എന്തൊക്കെയോ ആലോചിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ കാര്യം ജലജയോട് ചോദിക്കുകയാണ്. ഇത് കേട്ട ജലജയാണെങ്കിൽ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഞാനത് മോഷ്ടിച്ചതാണോ പറയുന്നത്? എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളല്ലേ പറഞ്ഞത് അത് എക്സിബിഷന് വെക്കാനുള്ളതാണ്, അതുകൊണ്ട് അതിന് വലിയ വില കിട്ടും, അതുകൊണ്ട് നീ എനിക്ക് തരില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്. പിന്നെ ഞാനെന്തിനാ അത് മോഹിക്കുന്നത്? എൻ്റെ അച്ഛൻ്റെ സാധനമല്ലേ. അപ്പോൾ പിന്നെ ഞാനത് മോഹിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എന്നെ ചുമ്മാ സംശയിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. ജലജേ, നീ എടുത്തോ എടുത്തില്ലയോ അതാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ എടുത്തില്ല. അല്ല, ഇത്രയും വലിയൊരു ആഭരണം എന്നാലും സിംഗപ്പൂർ കളക്ഷൻ ആണല്ലോ. അതാരായിരിക്കും കൊണ്ടുപോയിട്ടുണ്ട് നാഗേട്ടാ? ആരായിരിക്കും? എനിക്ക് ഓർത്തിട്ടത് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. എന്ത് നല്ല ആഭരണമായിരുന്നു, എന്ത് പ്രൗഢിയായിരുന്നു ആഭരണം കാണാനായിട്ട്. എന്നിട്ട് ആ ആഭരണം ആരൊക്കെയോ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പോയെന്ന് അറിയുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയും കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് കയറിപ്പോവാണ്. പക്ഷേ ജലജയുടെ ആ ഒരു പെരുമാറ്റമൊക്കെ നാഗേന്ദ്രന് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നാഗേന്ദ്രന് മനസ്സിലായി ഈ ആഭരണം എടുത്തത് ജലജ തന്നെയാണെന്ന്. അപ്പോൾ നാഗേന്ദ്രൻ ജലജയുടെ പിന്നാലെ തന്നെ ചെല്ലുക. പിന്നാലെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രന് മനസ്സിലായി ജലജയുടെ കയ്യിൽ അതിരിക്കുന്നുണ്ടെന്ന്. ജലജയെ, നീ എന്നോട് ഇനി മറച്ചു വെക്കാൻ നിൽക്കണ്ട. ഞാൻ ആ സത്യം കണ്ടെത്തി. നീ എന്നോട് വലിയൊരു ചതിയാണ് ചെയ്തിരിക്കുന്നത്. നീ ആഭരണം എടുത്ത് മാറ്റി. നിനക്ക് ആ ആഭരണത്തിൽ വലിയ മോഹം ഉണ്ടായെന്നറിയാം. ശരി, ഞാൻ ഏതായാലും മൂർത്തി അങ്കിളോട് പറഞ്ഞോളാം. അങ്കിൾ നിന്നെ ശരിയാക്കിക്കോളും. നിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആഭരണം പിടിച്ചെടുത്തോളും. എന്താ, ഞാനത് പറയട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് ഞാൻ എടുത്തില്ലല്ലോ. വീണ്ടും എന്നോട് കള്ളം പറയാൻ നിൽക്കരുത് ജലജയെ. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ തന്നെയാണ് ഇത്. അതുകൊണ്ട് ആഭരണത്തിൻ്റെ കാര്യം ഞാൻ ഏതായാലും മൂർത്തി അങ്കിളോട് പറഞ്ഞോളാം. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നാഗേന്ദ്രൻ അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് ജലജ. ദയവ് ചെയ്ത് നിങ്ങളിത് അച്ഛനോട് പറയാനായിട്ട് നിൽക്കാതെ. എന്താ അച്ഛനോട് പറഞ്ഞാലും നീ മോഷ്ടിച്ചിട്ടില്ലല്ലോ, പിന്നെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അത് പിന്നെ ആ ആഭരണം ഞാനാ എടുത്തത് എന്ന് പറയാണ്. ഓഹോ, അപ്പോൾ അത് തന്നെയല്ലേ നിന്നോട് ചോദിച്ചത്. നിനക്കെന്തൊരു നാണമില്ലേ? സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ മോഷ്ടിക്കാനിട്ട് നിനക്ക് നാണമില്ല ജലജെ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് ആ ആഭരണത്തോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അതെനിക്ക് കൊടുക്കാനും തോന്നുന്നില്ല. എനിക്കതിട്ട് നടക്കാൻ വേണ്ടി തന്നെയാണ് ആ ആഭരണം ഞാൻ കൈക്കലാക്കിയത് എന്ന് പറയുകയാണ്. അത് മൂർത്തി അങ്കിളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെന്താ തരില്ലേ? നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും അദ്ദേഹം നടത്തി തന്നിട്ടില്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഒരു ചതി കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്ക് ഇപ്പോൾ എടുത്തു. ഇനിയിപ്പോൾ ഞാൻ എടുത്തെന്നും പറഞ്ഞുകൊണ്ട് തിരിച്ചു വെക്കാനൊന്നും സാധിക്കില്ല. അത് സാധിക്കത്തുമില്ല. പിന്നെ അച്ഛനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും. അങ്ങനെ പുറത്താക്കാതിരിക്കാൻ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണം. അപ്പോൾ ജലജ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രൻ പറയണം, ശരി, ഏതായാലും നിൻ്റെ ഈ പ്രവൃത്തിയിൽ ഞാൻ കൂട്ട് നിൽക്കാം. നിൻ്റെ ഒപ്പം തന്നെ ഞാൻ കൂടെ നിൽക്കാം. എന്താ പറയേണ്ടതെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മൾ രണ്ടുപേരും കൂടി തീരുമാനം എടുത്തിരിക്കുകയാണ്. ഈ തീരുമാനത്തിൽ എന്ത് സംഭവിച്ചാലും നീ എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് വാക്ക് തരണം. തീർച്ചയായിട്ടും നാഗേട്ടൻ്റെ കൂടെ തന്നെ ഞാനുണ്ടാകും. അതിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും എന്ന് ജലജയും വാക്ക് കൊടുക്കുക. അപ്പോൾ ജലജയുടെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രൻ സന്തോഷമായി. എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ ഭാര്യ തന്നെ വിട്ടു പോകില്ലല്ലോ എന്നൊക്കെ ആശ്വാസത്തോടു കൂടി തന്നെയാണ് നാഗേന്ദ്രൻ നിൽക്കുന്നത്. അങ്ങനെ ഈ സമയം തരം ജ്വല്ലറിയിൽ ഭയങ്കര സംസാര വിഷയങ്ങൾ നടക്കുകയാണ്. ജയനും അജയനും ഒക്കെ ചെന്ന് അച്ഛനെ കാണുകയാണ്. അപ്പം അച്ഛ, നാഗേന്ദ്രൻ അങ്ങനെ ഒരാളാണോ? നാഗേന്ദ്രൻ എടുത്തിട്ടുണ്ടാവില്ല. നാഗേന്ദ്രൻ നമുക്ക് ഒരുപാട് വിശ്വസിക്കാമല്ലോ. ഇവിടെ ഈ കമ്പനിയിലേക്ക് കാലെടുത്ത് വെച്ച മുതൽ നമുക്ക് കയറ്റങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇതുവരെ ചതി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചതി ചെയ്തിട്ടില്ല. പക്ഷേ ഈ ആഭരണം എന്ന് പറഞ്ഞത് വമ്പൻ ആഭരണമാണ്. അപ്പോൾ അവളെൻ്റെ കണ്ണ് മഞ്ഞളിക്കില്ലെന്ന് ആർക്കറിയാം. ഇവനെയൊക്കെ വിശ്വസിക്കാനായിട്ട് പറ്റുമോ എന്നും പറഞ്ഞുകൊണ്ട് മൂർത്തി മുത്തശ്ശൻ ഇങ്ങനെ പറയാം. ഈ സമയം നമ്മുടെ ഈ സ്വർണ്ണപ്പണിക്കാരൻ ഈ
ഇവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങൾ ആദർശിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാഗേന്ദ്രനോട് ഒരലിവും കാണിച്ചില്ല. ഒരലിവെന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര അലിവും പോലും മോൻ്റെ മുത്തശ്ശൻ കാണിച്ചില്ല എന്ന് പറയാം. അങ്ങനെ നാഗേന്ദ്രൻ വരികയാണ്. എവിടെയുടെ ആഭരണം എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്കറിയില്ല സാർ, നീയാണ് കട്ടെടുത്തത് എനിക്ക് മനസ്സിലായി, എന്നിട്ട് നീ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നാഗേന്ദ്രനെ പിടിച്ചങ്ങോട്ട് അടിക്കുകയാണ്. അങ്ങനെ നാഗേന്ദ്രനെ അടിച്ചടിച്ച് നിരപ്പ് വരുത്തുക. നാഗേന്ദ്രനെ ഷോൾഡറിൽ കുത്തി പിടിച്ചിട്ട് നേരെ അനന്തപുരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്. ഇവനെ ആ ആഭരണം മോഷ്ടിച്ചു എന്ന് പറയുകയാണ്. ഇത് കേട്ട ജലജ ആകെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പം നാഗേന്ദ്രനോട് പറയാണ്, നീ ഇനി ഇവിടെ ഒരു നിമിഷം പോലെ നിൽക്കാൻ പാടില്ല, പൊയ്ക്കോളം പുറത്തേക്ക്. നീ എന്നെ കാണണ്ട, നീ പെരും കള്ളനാ. കുടുംബത്തോട് ഇത്രയും ചേർന്ന് നിന്നിട്ട് നീ ഇത്രയും വലിയൊരു സംഭവമാണ് കാണിച്ചു കൂട്ടിയത്. എന്നെ അത്രയ്ക്ക് ഞങ്ങൾ വിശ്വസിച്ചായിരുന്നു, പക്ഷേ നീ ഞങ്ങളുടെ മുന്നിൽ ചതിവ് കാണിച്ചെന്ന് പറയണം. അപ്പം നാഗേന്ദ്രൻ പറയണ ഒരിക്കലും ഇല്ല, ഞാൻ നിങ്ങൾ ചതിച്ചിട്ടില്ല എന്ന് പറയണം. ആ ആഭരണം എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് നാഗേന്ദ്രൻ പറയണം. അപ്പോൾ നാഗേന്ദ്രൻ സ്വന്തം ഭാര്യയെ അവിടെ ഒറ്റ കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഈ ജലജയാണെങ്കിൽ ആകെ അമ്പരന്ന് തലയും കുരിച്ച് നിൽക്കുകയാണ്. ഇയാളെങ്ങാനും പേര് പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ എന്ന് അവൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ വേണ്ട ഇനി നിൻ്റെ ഒരു വർത്തമാനം ഇവിടെ വേണ്ട, നീ ഇപ്പം തന്നെ പടി ഇറങ്ങിക്കോളണമെന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്രൻ്റെ ഡ്രസ്സുകളൊക്കെ വലിച്ചെറിഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രൻ നേരെ ജലജയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ജലജയുടെ അടുത്തേക്ക് ചെന്ന് ജലജയോട് പറയുകയാണ്, ജലജെ, എന്നോട് ഇവിടെ നിന്ന് നിൻ്റെ അച്ഛൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിരിക്കുകയാണ്, നീ എൻ്റെ ഭാര്യയല്ലേ, നീ എൻ്റെ ഒപ്പം ഇറങ്ങി വരണം എന്ന് പറയുക. ഇത് കേട്ട് ജലജ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഈ നാഗേന്ദ്രൻ വീണ്ടും പറയാം, നീ ഒന്നും മിണ്ടാത്തത്, നീ എൻ്റെ ഒപ്പം ഇറങ്ങി വരണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, നീ ഉടനെ തന്നെ എൻ്റെ ഒപ്പം ഇറങ്ങി വന്നേ മതിയാവുള്ളൂ എന്നൊക്കെ അവിടെ സംസാരിക്കുകയാണ്. ഇത് കേട്ട ജലജ പ്ലേറ്റ് അങ്ങോട്ട് തിരിക്കുക. അപ്പോൾ ജലജ പറയുകയാണ്, ഞാൻ എന്തിനാണ് നിങ്ങളോടൊപ്പം വരുന്നത്, എന്നിട്ട് ഞാൻ പെരുവഴി കിടന്ന് തെണ്ടാനോ? നിങ്ങളല്ലേ ഈ കമ്പനിയിൽ ചതിവ് കാണിച്ചത്, കള്ളത്തരം കാണിച്ചത്. നിങ്ങളെ വിശ്വസിച്ച് എൻ്റെ അച്ഛൻ ആ ആഭരണം നിങ്ങളുടെ കയ്യിൽ തന്നു, എന്നിട്ട് നിങ്ങൾ അതുകൊണ്ട് നശിപ്പിച്ചു. പക്ഷേ നിങ്ങളാണ് ഇവിടെ കള്ളത്തരം കാണിച്ചിരിക്കുന്നത്. ആ ആഭരണം കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇത് സംഭവിക്കില്ലായിരുന്നല്ലോ. നിങ്ങളാണ് ഇവിടെ കള്ളത്തിരിവ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ വരില്ല, ഞാനും എൻ്റെ കുഞ്ഞും ഇവിടെ തന്നെ ഉണ്ടാകും. ഞാൻ എൻ്റെ അച്ഛനെയും കുടുംബത്തെയും വിട്ട് എങ്ങോട്ടും വരില്ല എന്ന് ജലജ മുഖത്തടിച്ച് പറയുകയാണ്. അപ്പോഴാണ് നാഗേന്ദ്രന് കാര്യം മനസ്സിലായത്, ജലജ മഹാകള്ളിയാണെന്ന്. കാരണം ജലജ അപ്പം തന്നെ സ്വന്തം ഭർത്താവിനെ വരെ ചതിച്ചു, സ്വത്തിനും പണത്തിനും വേണ്ടി സ്വന്തം ഭർത്താവിനെ വരെ ചതിച്ച് കുഴിയിലാക്കിയിരിക്കുകയാണ് ഇവിടെ ജലജ ചെയ്തത്. ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് തോന്നിയത്. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ഒട്ടും അതിൽ നോക്കി നിൽക്കുന്നുമില്ല. നീ ഇറങ്ങിക്കോളാം നാഗേന്ദ്ര, ഞാൻ പറഞ്ഞല്ലോ ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന്. ഈ കഥകളൊക്കെ മുഴുവനും നമ്മുടെ ആദർശിനോട് പറയുകയാണ് ഈ സ്വർണ്ണപ്പണിക്കാരൻ. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഈ നാഗേന്ദ്രനെ ചവിട്ടി അരച്ച് അവിടെ നിന്ന് ആട്ടി പുറത്താക്കിയാണ്. നാഗേന്ദ്രൻ ഈ മൂർത്തി മുത്തശ്ശനെ തന്നെ ഇങ്ങനെ തുറിച്ചു നോക്കിയാണ്, നീ എന്താണ് നോക്കി പഠിപ്പിക്കുന്നത്, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടുന്നല്ലേ പറഞ്ഞത്, നിന്നെ ഈ പരിസരത്ത് പോലും കണ്ടുപോകരുത്, കണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെട്ടി നുറുക്കും. അതേപോലെ ആയിരിക്കും സംഭവങ്ങൾ അരങ്ങേറാനായിട്ട് പോകുന്നത്. അപ്പോൾ അവരെ സങ്കടപ്പെട്ട് ഇറങ്ങുന്നുണ്ടെങ്കിലും ജലജ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല നാഗേന്ദ്രൻ. അപ്പോൾ നാഗേന്ദ്രൻ വളരെയേറെ സങ്കടത്തോടും വളരെയേറെ ബുദ്ധിമുട്ടോടു കൂടി തന്നെ അവിടെ നിന്ന് കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ജലജ, മഹാകള്ളിയായ ജലജ നാഗേന്ദ്രനെ ചതിച്ച കഥ മുഴുവനും പറയുകയാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദർശിനെ പോലും അത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇനി കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയായിരിക്കും. ആ അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സി അഗൈൻ. ബൈ.